Attribute selectors in CSS. Welcome to this topic. എന്താണ് ആട്രിബ്യൂട്ട് സെലക്ടർ? ഒരു HTML എലമെൻസിന് ക്ലാസ് ആട്രിബ്യൂട്ട് ഉണ്ടാവാം, ID ആട്രിബ്യൂട്ട് ഉണ്ടാവാം, നെയിം ആട്രിബ്യൂട്ട് ഉണ്ടാവാം, കസ്റ്റം ആട്രിബ്യൂട്ടുകളും ഉണ്ടാവാം. ഇങ്ങനെ കസ്റ്റം ആട്രിബ്യൂട്ടോ നെയിം ആട്രിബ്യൂട്ടോ ക്ലാസ് ആട്രിബ്യൂട്ടോ ഉപയോഗിച്ച് ത്രൂ CSS ഒരു എലമെൻറ്റിനെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് എലമെൻസുകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ കോഡ് വിൻഡോയിലേക്ക് പോവാം. നമ്മളങ്ങനെ VS കോഡ് വിൻഡോയിലെത്തിയിരിക്കുകയാണ്. ഞാനിവിടെ ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ക്ലാസ് ആട്രിബ്യൂട്ട് ഉണ്ട് ചില എലമെൻസുകൾക്ക്, അതേപോലെ നെയിം ആട്രിബ്യൂട്ട് ഉണ്ട്, ഡിസ്പ്ലേ ആട്രിബ്യൂട്ട് ഉണ്ട്, MRN ID കസ്റ്റം ആട്രിബ്യൂട്ടാണ്. ഓക്കെ, ഇനി നമ്മുടെ ഉദ്ദേശം ഈ ആട്രിബ്യൂട്ടുകളെ ആക്സസ് ചെയ്ത് അല്ലെങ്കിൽ ആട്രിബ്യൂട്ടുകളെ ഉപയോഗിച്ച് നമുക്ക് സ്റ്റൈൽ എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ക്ലാസ് ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ, ഒരു എലമെൻറ്റിന് ക്ലാസ് എന്നൊരു ആട്രിബ്യൂട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എലമെൻസുകളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യിക്കാനുള്ള ഒരു കോഡ് എഴുതാം, CSലൊരു സ്റ്റൈൽ എഴുതാം. നമുക്ക് നോക്കുകയാണ്, UL.list ലിസ്റ്റ്. ഞാൻ അത് എഴുതാൻ കാരണം എന്ന് വെച്ചാൽ UL എന്നുള്ളതിൽ UL ലിസ്റ്റിൻ്റെ ഉള്ളിലാണ് LI എലമെൻറ്റ് കിടക്കുന്നത്. LI സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ഞാൻ CLASS ക്ലാസ്ന്ന് കൊടുത്തു. ക്ലാസ്ന്ന് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനൊരു റെഡ് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ പാഡിങ് കൊടുക്കുന്നു. പാഡിങ് ഒരു 5 പിക്സൽ കൊടുക്കുന്നു. അതേപോലെ കളറ് ഒരു വൈറ്റ് കളർ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. ഞാൻ പോകുന്നു ATTR, ഇവിടെ വന്നിട്ട് സെലക്റ്റിൽ വന്നു നോക്കുമ്പോൾ 1, 2, 3 ഈ മൂന്ന് LI എലമെൻറ്റിൻ്റെയും സ്റ്റൈല് ചേഞ്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും നമുക്ക്. നോക്കുക, ഈ 1ന് ക്ലാസ് ഉണ്ട്, 2 എന്നുള്ള LIക്ക് ക്ലാസ് ഉണ്ട്, 3 ഹോൾഡ് ചെയ്തിരിക്കുന്ന LIക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് തോന്നുകയാണ് ഡിസ്പ്ലേ എന്നുള്ളൊരു ഇതിനാണ് വേണ്ടത്. നമുക്ക് കൊടുത്തു നോക്കുക, ജസ്റ്റ് എളുപ്പം. ഇതിൽ ഞാൻ ഡിസ്പ്ലേ എന്നുള്ള ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനിവിടെ പോയി നോക്കുന്നു. അപ്പോൾ എന്താണ്, ആ ഡിസ്പ്ലേ എന്നുള്ള ആട്രിബ്യൂട്ടുള്ള LI എലമെൻറ്റിന് സ്റ്റൈൽ വന്നു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആട്രിബ്യൂട്ടുകളെ ഡിഫൈൻ ചെയ്തെന്നോ എന്ന് നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി പറയുകയാണ്, ഒരു പർട്ടിക്കുലർ ക്ലാസ് നെയിം പറഞ്ഞു കൊടുത്തിട്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ചെയ്യാം, ഒരു പർട്ടിക്കുലർ ക്ലാസ് നെയിം ഉണ്ട്, അതുള്ള എലമെൻറ്റുകളാണ് നമുക്ക് സ്റ്റൈല് ചേഞ്ച് ചെയ്യേണ്ടത്. ആ എലമെൻറ്റുകൾക്കാണ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം. സാധാരണ ഇങ്ങനെ ക്ലാസ് മാത്രം ഒരു ആട്രിബ്യൂട്ട് മാത്രം ഡിഫൈൻ ചെയ്ത് വെക്കില്ല അല്ലേ, ആട്രിബ്യൂട്ട് സ്ട്രിങ് ഉണ്ടായിരിക്കും. ശരി, നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ക്ലാസ് എംപ്റ്റി സ്ട്രിങ് അല്ല, ഇവിടെ അലൈൻ ഡാറ്റ എന്നൊരു ക്ലാസ് ഉണ്ട്. ഈ അലൈൻ ഡാറ്റ എന്നുള്ള ആ സ്ട്രിങ് നമുക്ക് അവിടെ കാണാം, ലാസ്റ്റ് എലമെൻറ്റിലും കാണാൻ പറ്റും. ക്ലാസിൻ്റെ ഉള്ളിൽ അലൈൻ ഡാറ്റ എന്നുള്ള ഒരു സ്ട്രിങ് കാണാൻ പറ്റും. ഓക്കെ, സാധാരണ അങ്ങനെ ഉണ്ടാവുക. ഇതിൽ 2 സ്ട്രിങ് ഉണ്ട്, ഇതിലൊരു സ്ട്രിങ് ആണുള്ളത്. ഓക്കെ, നമുക്ക് അലൈൻ ഡാറ്റ എന്നുള്ള ക്ലാസ് ഏത് എലമെൻറ്റിനൊക്കെ ഉള്ളത്, അതിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് കളറോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈൽ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. നമുക്ക് CSS എങ്ങനെ എഴുതാൻ നോക്കാം. നമ്മൾ CSS എഴുതുന്നു, LIST ലിസ്റ്റ് LI. നമ്മളിവിടെ ക്ലാസ് മെൻഷൻ ചെയ്യുന്നു, ഈക്വൽ ടു പറഞ്ഞിട്ട് നമ്മൾ ആ ക്ലാസിൻ്റെ പേര് അലൈൻ ഡാറ്റ എന്നുണ്ടെങ്കിൽ അലൈൻ ഡാറ്റ കോപ്പി ചെയ്തിട്ട് നമ്മുടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് പറയുകയാണ് ബാക്ക്ഗ്രൗണ്ട് കളറ് നമ്മൾ എന്ത് ചെയ്യണു, ബ്ലൂ വയലറ്റ് എന്ന് കൊടുക്കുന്നു. അതേപോലെ ബ്ലൂ വയലറ്റ്, കളറ് വന്നിട്ട് വൈറ്റ്, പാഡിങ് വന്നിട്ട് 5 പിക്സൽ അങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ റിസൾട്ട് വിൻഡോയിലേക്ക് പോകണം, അല്ലെങ്കിൽ ബ്രൗസറിലേക്ക് പോയി നോക്കുകയാണ്. ഇവിടെ ഇതെല്ലാം ഉണ്ട്, വേറൊരു പേജാണ്. അതിലേക്കൊന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിന് ഇവിടെ 1 ആദ്യത്തെ ക്ലാസ്സിന് എന്ത് ചെയ്യും, ആ ക്ലാസ് ഉണ്ടാവും ഇവിടെ അലൈൻ ഡാറ്റ എന്നുള്ള
ഈ എലമെൻറ്റിന് ക്ലാസ് അല്ലെങ്കിൽ സ്റ്റൈല് അപ്ലൈ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നോക്കുക, അലൈൻ ഡാറ്റ എന്നുള്ളത് ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ അലൈൻ ഡാറ്റ എന്നുള്ളത് ഇവിടെയുണ്ട്. ഇവിടെ ഒരു അലൈൻ ഡാറ്റ ഉണ്ട്, ഇവിടെ ഒരു അലൈൻ ഡാറ്റ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? അലൈൻ ഡാറ്റ എന്നുള്ള ക്ലാസ് ഈ രണ്ട് പുറത്തുണ്ട്. നമുക്കപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ രണ്ടിനും കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അലൈൻ ഡാറ്റയ്ക്ക്? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയൊരു വേരിയേഷൻ വേണം, എന്നാലേ ഇത് നടക്കുള്ളൂ. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഒരു ടിൽഡ് സിമ്പിൾ ഇട്ട് നോക്കുകയാണ്. ഓക്കെ, നമ്മളിനി പോയി നോക്കുമ്പോൾ മനസ്സിലാവും ഈ എവിടെയൊക്കെ അലൈൻ ഡാറ്റ ഉണ്ടോ അവിടെയൊക്കെ എന്തുണ്ടായി, ചേഞ്ച് വന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ അലൈൻ ഡാറ്റ എന്നുള്ള ക്ലാസ് മാത്രമുള്ളതിനെ വന്നുള്ളൂ. ഇവിടെ അലൈൻ ഡാറ്റ മാത്രമല്ല, എൻഡ് എന്നൊരു ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അതിനും കൂടി എഫക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ ക്ലാസ് എന്നുള്ള കഴിഞ്ഞ് ഈക്വൽ ടുന് മുമ്പ് ഒരു ടിൽഡ് സിമ്പിൾ കൊടുത്ത് നോക്കി. അപ്പോൾ എന്ത് വന്നു, അലൈൻ ഡാറ്റ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തന്നെ ഈ സ്റ്റൈല് ചേഞ്ചായി. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണ് ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് വാല്യൂവിനെ കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം സംശയം തോന്നാം, നേരത്തെ ഇതിൽ MRN-ID 200 എന്നൊക്കെ കിടക്കുന്നുണ്ട് അല്ലേ, MRN-ID 200. അതേപോലെ ID 200 MRN-ID 100 ഉള്ളതിന് ഒരു സ്റ്റൈലും MRN-ID 200 ഉള്ളതിന് വേറൊരു സ്റ്റൈലും കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന അതിൻ്റെ വാല്യൂ ആണ്. നമ്മൾ ഈ 4 എന്നുള്ള ഈ LIക്ക് നമ്മളിവിടെ MRN-ID is equal to 100 എന്ന് കൊടുക്കുന്നു. ഓക്കെ, വേറൊരു ഇതിന് MRN-ID is equal to 200 എന്നും കൊടുക്കണം. നമ്മൾ പറയുകയാണ് MRN-ID 200 ഉള്ളതിനാണ് വേണ്ടത്. നമ്മളെങ്ങനെ കൊടുക്കുക? ഇതേപോലെ ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു ഈ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഞാൻ MRN-ID എന്നുള്ളത് ഇവിടുന്ന് കോപ്പി ചെയ്ത് ഈ ക്ലാസ്സിന് പകരം MRN-ID കൊടുക്കുന്നു. ജസ്റ്റ് ഈക്വൽ ടു 200 ഉള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ കൊടുക്കുന്നു. ബാക്കിയുള്ളൊന്നും ചേഞ്ച് വരുത്തുന്നില്ല. ഇനി MRN-ID യഥാർത്ഥത്തിൽ MRN-ID മാത്രം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിനും എഫക്റ്റ് ആവും. ഇനി MRN-ID 200 ഉള്ളതിന് മാത്രം ആണ് ചേഞ്ച് വരുന്നത് വെച്ചാൽ അങ്ങനെ MRN-ID 200 എന്ന് കൊടുത്തിട്ട് നമ്മൾ ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ MRN-ID 200 ഉള്ളതിന് മാത്രം ചേഞ്ച് ചെയ്യാനായിട്ട് കാണാൻ പറ്റും. MRN-ID 200 ഉള്ളത് 5 എന്നുള്ള ഒരു 5 ഹോൾഡ് ചെയ്യണ LI ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 ഹോൾഡ് ചെയ്യണ LI സ്റ്റൈൽ അപ്ലൈ ആയിട്ട് ചേഞ്ച് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾക്ക് അറിയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വെറും ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുമോ നോക്കി, ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നോക്കി. ഇവിടെ നിങ്ങളൊരു കേസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ രണ്ട് കാര്യം കണ്ടോ. ഇപ്പോൾ ഇതിൽ ബോക്സ് മോഡ് 1 ബോക്സ് -mod 1 എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്. അതേപോലെ തന്നെ നേരെ താഴത്ത് കിടക്കുന്ന 3 ഹോൾഡ് ചെയ്യണ LIയിൽ ഉള്ള ക്ലാസിൻ്റെ പേരെന്താ? ബോക്സ് -mod 2. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സബ്സ്ട്രിങ് കൺസിഡർ ചെയ്തിട്ട് സ്റ്റൈൽ എഴുതാൻ പറ്റുമോ? നമുക്ക് പറ്റണം. വാല്യൂ കൺസിഡർ ചെയ്തിട്ട് സ്റ്റൈൽ എഴുതാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ട്രിങ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് സ്റ്റൈൽ എഴുതാൻ പറ്റണം. നമുക്ക് അങ്ങനെ നോക്കുകയാണ്. അതെങ്ങനെ എഴുതാമെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, എളുപ്പത്തിന് വേണ്ടി ഞാനത് കോപ്പി ചെയ്യുന്നു. നമ്മളിവിടെ താഴേക്ക് വരുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ക്ലാസ് ആണ് അല്ലേ, നമ്മൾ ഈ ആട്രിബ്യൂട്ട് ക്ലാസ് എടുക്കുന്നു. ഈ MRN-IDക്ക് വരെ ഞാൻ ക്ലാസ്സിന് കൊടുക്കുന്നു. ക്ലാസ്സിന് കൊടുത്തിട്ട് ഇവിടെ രണ്ടിലും ബോക്സ് ഉണ്ട്. രണ്ടിലും എൻ്റെ ആദ്യത്തെ ഈ സ്ട്രിങ്ങിൻ്റെ ഈ ക്ലാസ് ഈ 2 എന്നുള്ള LIയുടെ ക്ലാസിൻ്റെ സ്ട്രിങ്ങും അതേപോലെ 3 എന്നുള്ള LIയുടെ ക്ലാസിൻ്റെ സ്ട്രിങ്ങും തമ്മിൽ സാമ്യമുണ്ട്. കാരണം അതിൻ്റെ തുടക്കം ബോക്സ് ഹൈഫൺ ആണ്. അപ്പോൾ ആ തുടക്കം ഞാൻ എടുക്കുന്നു. ആ തുടക്കം ഞാൻ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നു. ബോക്സ് ഹൈഫൺ കൊടുത്തിട്ട് ഞാൻ അതിന് വേറൊരു കളറ് അറിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു റോസ് കളർ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സെറ്റ് ആയണമെന്ന് വിചാരിക്കുന്നു. നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുകയാണ്. വരുമെന്ന് നമുക്ക് നോക്കണ സമയത്ത് വന്നിട്ടില്ല. എന്താ കാര്യം? അങ്ങനെ ഒരു ക്ലാസ് ഇല്ല. നമുക്ക് ക്ലാസിൻ്റെ ഒരു സബ്സ്ട്രിങ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സബ്സ്ട്രിങ്ങിനെ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ എന്താണ് ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈക്വൽ ടുവിൻ്റെ നേരെ മുമ്പിൽ ഒരു ക്യാരറ്റ് സിമ്പിൾ പ്ലേസ് ചെയ്യുക.
ഒരു ക്യാരറ്റ് സിംബൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ടിനും എന്ത് വന്നിട്ടുണ്ടാവും, ആ പർട്ടിക്കുലർ ക്ലാസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റൈല് അവിടെ അപ്ലൈ ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ആട്രിബ്യൂട്ടിൻ്റെ സ്ട്രിങ് എടുത്ത് അതിൻ്റെ സബ്സ്ട്രിങ് അതിൽ രണ്ടും കോമൺ ആയിട്ട് വല്ലതും വരുന്നുണ്ടെങ്കിൽ അതിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റൈൽ എഴുതാം. ഇനിയിപ്പോൾ ഇത് മുമ്പിലുള്ളത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ നോക്കുകയാണ് ഈ ബോക്സ് എന്നുള്ളത് മുമ്പിലല്ല വന്നിറക്കണത്, പുറകിലാണ് വിചാരിക്കുക. അങ്ങനെ ബോക്സ് എന്നുള്ളത് പുറകിലാണ് വന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക. ബോക്സ് ഇനി നമ്മൾ നോക്കുക, ഇങ്ങനെ പുറകിലാണുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോവും, എന്താണ് അത് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പുറകിലുള്ള ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റുമോ, ഈ ക്യാരറ്റ് സിമ്പിൾ അങ്ങ് മാറ്റിയിട്ട് അവിടെ ഡോളർ സിമ്പിൾ കൊടുക്കുക. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, നമ്മൾ പുറകിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റൈലൊന്നും മാറ്റിയിട്ടുണ്ട്, ആ സ്ട്രിങ്ങിൻ്റെ ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2, 3 എന്നുള്ളത് എഫക്റ്റ് ആണ്ടാവും പുറകിൽ. ഇനി നമുക്ക് നേരത്തെ ഈ ഡോളർ ഒഴിവാക്കി നോക്കാം, ഇനി എടുക്കുമോ നോക്കാം. നോക്കണ സമയത്ത് പോയിണ്ടാവും. അപ്പോൾ ഏറ്റവും എൻഡ് ഭാഗത്ത് ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈക്വൽ ടു മുമ്പേ നമ്മൾ ഡോളർ സൈൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരും. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എന്തായി, ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ, ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടു, ക്ലാസ് അതേപോലെ നെയിം ഒക്കെ വെച്ച് നമ്മൾ എടുത്തു. അതിൻ്റെ സ്ട്രിങ്, അതിൻ്റെ ആ വാല്യൂ, സ്ട്രിങ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സിലായി. പിന്നീട് നമ്മൾ എന്ത് കാണിച്ചു, ആ ഒരു സ്ട്രിങ് വാല്യൂവിൻ്റെ ബേസിൽ നമ്മൾ എടുത്തു. ഇപ്പോൾ MRN-ID 200 ആണെങ്കിൽ ഗ്രീൻ കളർ വേണം. MRN-ID 200 ഉള്ളതിന് ഗ്രീൻ കളർ കൊടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ വേറൊന്ന് ചെയ്തു, ഒരു സ്ട്രിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റിലും ലാസ്റ്റിലുമുള്ള ഒരു സ്ട്രിങ്ങിൻ്റെ വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. ഇനി നമുക്കുള്ളത് മിഡിലുള്ള വാല്യൂ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. നമുക്ക് അതും കൂടി നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 200 തന്നെ, ഇപ്പോൾ ഈ 200ൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ 200ൽ ഒരു നെയിം എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ നെയിമിൻ്റെ ഈ ഒരു ഡാറ്റ സ്ട്രിങ് ഡാറ്റ സാമ്പിൾ ഡ്യൂ എന്നാണ്. നമ്മൾ ഈ സാമ്പിൾ എന്നുള്ള ഒരു വാക്ക് ഇവിടെ ഉണ്ട് അല്ലേ, ഈ സാമ്പിൾ ഉള്ളതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ആൾറെഡി ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളറും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു UL ലൈൻ ഇങ്ങനെ കോപ്പി ചെയ്തെടുക്കുന്നു. എന്നിട്ട് നെയിം ആട്രിബ്യൂട്ടിൻ്റെ എന്താണ്, നെയിമാണ്. ക്ലാസ്സിന് പകരം നമ്മൾ നെയിം കൊടുക്കുന്നു. നെയിമിന് കൊടുത്തിട്ട് ഞാനിവിടെ ഈക്വൽ ടു ഒരു സ്റ്റാർ കൊടുത്തിട്ട് ഇവിടെ ഈ സാമ്പിൾ എന്നുള്ള ഈ വാക്കുണ്ടല്ലോ, ഈ സാമ്പിൾ എന്നുള്ള വാക്ക് സെലക്ട് ചെയ്യുന്നു. അത് ഈ ബോക്സിന് പകരം കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ മാറ്റുന്നു. പാഡിങ് അവിടെ കിടന്നോട്ടെ. പാഡിങ് ആൾറെഡി മറ്റേ കൊടുത്തിട്ടുണ്ടോ, പാഡിങ് BORD ബോർഡർ ബോട്ടം 2 പിക്സൽ ബ്ലാക്ക് സോളിഡ് എന്ന് കൊടുക്കുകയാണ്. അതായത് ഇത് എഫക്റ്റ് ചെയ്യുമ്പോൾ 5 എന്നുള്ള ആ LIയുടെ ബോർഡർ ബോട്ടം 2 പിക്സലും സോളിഡും ആവണം. ഓക്കെ, നമ്മൾക്കെന്ത് എഫക്റ്റ് ആയെന്ന് നോക്കാം. ഇതുണ്ടോ എഫക്റ്റ് ആയത്, 5ൻ്റെ ബോർഡർ ബോട്ടം 2 പിക്സലിൽ സോളിഡ് ഇതിൽ കളർ വന്നു. ഇപ്പോൾ ഈ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി, ഒരു ആട്രിബ്യൂട്ട് സ്ട്രിങ്ങിൻ്റെ എവിടെയെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൈൽ എഴുതാനും പറ്റുന്ന മനസ്സിലായി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ CSS സെലക്ടർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എലോബറേറ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെയൊക്കെ നമുക്ക് കഴിയുന്നതും, നമുക്ക് എൻഡിലാണോ ആട്രിബ്യൂട്ടിൻ്റെ ഏത് ആട്രിബ്യൂട്ടാണോ, കസ്റ്റം ആട്രിബ്യൂട്ടാണോ അതോ ഡിഫോൾട്ടായിട്ടുള്ള ആട്രിബ്യൂട്ടാണോ, ആട്രിബ്യൂട്ടിൻ്റെ ഉള്ളിലുള്ള സ്ട്രിങ് ആണോ, അങ്ങനെ പലതും കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഒരു ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.